ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരന്റെ ഭാര്യയും മകനും ജീവിച്ചു വന്നു. കൃഷിക്കാരൻ കുറച്ചു ദിവസത്തിനകത്ത് മരിച്ചുപോയി. ആ കൃഷിക്കാരൻ ആ ഗ്രാമത്തിലെ ഒരു വലിയ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ വളരെ മടിയനായിരുന്നു. അവൻ ഒരു ജോലിയും ചെയ്യില്ല. കൃഷിക്കാരൻ മരിച്ചതിനു ശേഷം വീട്ടിലെ എല്ലാ സാധനങ്ങളും മൊത്തത്തിൽ തീർന്നുപോയി. വീട്ടിൽ ഒരു പാത്രം പോലും ഇല്ലായിരുന്നു. അവന്റെ അമ്മ അവനോട് ദിവസവും പറയും, മകനെ, എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, വീട് എങ്ങനെ നടത്താനാ എന്ന് ചോദിക്കും. പക്ഷെ അവൻ ഉത്തരമൊന്നും പറയില്ല. പിന്നെ ദിവസം മുഴുവൻ തന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ബൈക്കിൽ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം അമ്മ പറഞ്ഞു, മോനെ, ഇന്ന് വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ ഒന്നുമില്ല മോനെ, നീ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്ക്, ഇല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് നമ്മൾ ചാകും. ശരി അമ്മേ, ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ഒരു നല്ല ജോലി തേടിക്കൊണ്ടുവരാം. അദ്ദേഹത്തിന്റെ മകൻ ദിവസം മുഴുവനും മാർക്കറ്റിൽ ചുറ്റി ജോലി തേടി. പക്ഷെ അവന് യാതൊരു ജോലിയും ലഭിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിനു മുൻപേ അവൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല. വിഷമത്തോടെ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. തന്റെ അമ്മയോട് നടന്നതൊക്കെ പറഞ്ഞു. ഒന്നും വിഷമിക്കണ്ട മോനെ, നാളെ വീണ്ടും ശ്രമിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു ജോലി തീർച്ചയായും കിട്ടും. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ നഗരത്തിൽ പോയിട്ട് വല്ല ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി നോക്കട്ടെ, കുറെ കാശ് എന്തെങ്കിലും കിട്ടും. ശരി മോനെ, നീ നാളെ രാവിലെ പെട്ടെന്ന് റെഡിയായിക്കോ. ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. നേരം വെളുത്തതും അവന്റെ അമ്മ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് മാവ് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ ആ മാവ് കൊണ്ട് അവർ റൊട്ടി ചെയ്തു. മോനെ, ഇതിൽ നിനക്ക് വേണ്ടി റൊട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ വിശപ്പുണ്ടായാൽ നീ ഇതെടുത്ത് കഴിച്ചോളൂ. ശരി അമ്മേ, എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം. അവൻ നഗരത്തിലേക്ക് പോകാനായി ഒരു കാട്ടുവഴിയിൽ കൂടി നടന്നു വന്നു. അവൻ അങ്ങനെ നടന്ന് ആ കാട്ടിനകത്ത് തന്നെ ഒരുപാട് സമയം കഴിഞ്ഞുപോയി. സമയം സന്ധ്യയായി. കുറച്ചു ദൂരെ അവൻ നോക്കി. അവിടെ ഒരു ആലമരം ഉണ്ടായിരുന്നു. അതിനടുത്തായിട്ട് ഒരു കിണറും ഉണ്ടായിരുന്നു. അവന് വിശ്രമിക്കാൻ വേറെ നല്ല സ്ഥലമൊന്നുമില്ലായിരുന്നു. അത് ആലോചിച്ചിട്ട് അവൻ ആ കിണറിനടുത്തേക്ക് ചെന്നു. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ ആ സഞ്ചി തുറന്ന് അതിൽ നിന്നും 4 റൊട്ടികൾ കയ്യിലെടുത്തു. അവൻ ആ 4 റൊട്ടിയും കിണറിന്റെ 4 വശത്തായി വെച്ചു. എന്നിട്ട് ശബ്ദമുണ്ടാക്കി നിലവിളിച്ചു, 1 കഴിച്ച്, 2 കഴിച്ച്, ഓരോന്നായി എല്ലാം കഴിക്കും. ആ കിണറിനകത്ത് 4 പ്രേതങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രേതങ്ങളെല്ലാം ഈ ശബ്ദം കേട്ട് പേടിച്ചുപോയി. പിന്നെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മെ തന്നെ കഴിക്കുന്ന ആ വലിയ പ്രേതം ആരായിരിക്കുമെന്ന്. നമ്മൾ ഒരാളല്ല, 2 ആളല്ല, 4 പേരെയും കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന്. മുകളിലുള്ളവനോട് പറയൂ, വേണ്ട വേണ്ട, ഞങ്ങളെ കഴിക്കരുതെന്ന് പറയൂ, കഴിക്കാൻ പാടില്ലെന്ന്. ഞാനൊരു ചീനിച്ചട്ടി നൽകാം, അത് നീ ഇലകളുടെ പുറത്ത് വയ്ക്ക്. പിന്നെ നീ അതിനോട് ആത്മാർത്ഥമായി ചോദിക്കേ, പ്രേതത്തിന്റെ ചീനിച്ചട്ടിയെ എനിക്ക് വ്യത്യസ്തമായ ആഹാരങ്ങൾ നൽകുമെന്ന്. ആ ആഹാരം കിട്ടിയാൽ നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാം. ശരി. അവൻ ആ ചീനിച്ചട്ടിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. തന്റെ അമ്മയോട് നടന്നതൊക്കെ പറഞ്ഞു. അമ്മ ആ ചീനിച്ചട്ടിയെടുത്ത് ഇലകളുടെ പുറത്ത് വെച്ചു. പിന്നെ മകൻ പറഞ്ഞു, അല്ലയോ പ്രേതത്തിന്റെ ചീനിച്ചട്ടിയെ, അല്ലയോ പ്രേതത്തിന്റെ ചീനിച്ചട്ടിയെ, എനിക്ക് വ്യത്യസ്തമായ ആഹാരങ്ങൾ നൽകൂ. ഉടനെ ഒരുപാട് രീതിയിലുള്ള ആഹാരങ്ങൾ വന്നു. പിന്നെ അമ്മയും മകനും അതൊക്കെ സന്തോഷത്തോടെ കഴിച്ചു. കുറച്ചു സമയത്തിനകം തന്നെ ഇക്കാര്യം ജമീന്ദാർ അറിഞ്ഞു. പിന്നീട് അദ്ദേഹം ജോലിക്കാരോടൊപ്പം വന്ന് ആ ചീനിച്ചട്ടി എടുത്തുകൊണ്ടുപോയി. അവർ വീണ്ടും ദാരിദ്ര്യത്തിലായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും അതേ കാട്ടിലേക്ക് പോയി. ആ കിണറിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ കിണറിനെ ചുറ്റി 4 വശത്തും 4 റൊട്ടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, 1 കഴിക്കാം, 2 കഴിക്കാം, 3 കഴിക്കാം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കഴിച്ചോളൂ. ഞങ്ങളെ കഴിക്കരുതേ, ഞങ്ങളെ കഴിക്കരുതേ, നീ വീണ്ടും എത്തിയിരിക്കുന്നോ? നിനക്ക് ഞങ്ങളൊരു ചീനിച്ചട്ടി തന്നതല്ലേ, അതെന്തു പറ്റി? അത് ജമീന്ദാർ എടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ നിനക്കൊരു ആട് തരാം, അത് നീ ഇലകൾ കൊണ്ട് ചുറ്റിവെക്ക്. നീ അതിനോട് ചോദിക്ക്, അല്ലയോ പ്രേതങ്ങളുടെ ആടേ, നീ സ്വർണ്ണപ്പുഴുക്കകൾ തരൂ എന്ന്. അവൻ ആ ആട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ ഇലകൾ കൊണ്ട് മൂടി. എന്നിട്ട് ചോദിച്ചു, നീ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് സ്വർണ്ണപ്പുഴുക്കകൾ തരണം. പതുക്കെ ആ ആട് സ്വർണ്ണപ്പുഴുക്കകൾ ഇടാൻ തുടങ്ങി. വീണ്ടും ഒരു പ്രാവശ്യം അമ്മയും മകനും ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ വീണ്ടും ആ ജമീന്ദാർ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ തന്റെ ജോലിക്കാരോടൊപ്പം വന്ന് വളരെ നിർബന്ധത്തോടെ ആ ആടിനെ വലിച്ചു കൊണ്ടുപോയി. അവർ രണ്ടുപേരും വീണ്ടും ദാരിദ്ര്യത്തിലായി. കുറച്ചു സമയത്തിനു ശേഷം വീണ്ടും അവൻ ആ കിണറിനടുത്തേക്ക് ചെന്നു.
എന്നിട്ട് 4 റൊട്ടികൾ 4 മൂലയിലായി വെച്ചു. എന്നിട്ട് പറഞ്ഞു, 1 കഴിച്ച് 2 കഴിച്ച് 3 കഴിച്ച് പിന്നെ 4 കഴിച്ച് ഞാൻ എന്റെ വയറ് നിറയ്ക്കും. പ്രേതങ്ങളൊക്കെ പേടിച്ചുപോയി. ഞങ്ങളെ കഴിക്കരുതേ, ഞങ്ങളെ കഴിക്കരുതേ, ഞങ്ങൾ നിനക്ക് ആട് നൽകിയതല്ലേ, അതെന്തു പറ്റി? വീണ്ടും ജമീന്ദാർ അതിനെ കൊണ്ടുപോയല്ലോ. ഞങ്ങൾ നിനക്കൊരു കല്ല് നൽകാം, അത് നീ ഇലകൾ കൊണ്ട് മൂടി വെക്ക്. എന്നിട്ട് ചോദിക്കേ, അല്ലയോ പ്രേതങ്ങളുടെ കല്ലേ, നീ ഒരു വീടായി മാറൂ എന്ന്. അവൻ ആ കല്ല് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇലകൾ കൊണ്ട് ചുറ്റിവെച്ചു. എന്നിട്ട് ചോദിച്ചു, പ്രേതത്തിന്റെ വിശ്വാസത്തോടെ ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു വലിയ മാളികയായിട്ട് മാറ്റൂ. കുറച്ചു സമയത്തിനകം അതൊരു വലിയ മാളികയായി മാറി. പക്ഷെ വീണ്ടും ആ ജമീന്ദാർ അവരുടെ കയ്യിൽ നിന്നും ആ കല്ല് പിടിച്ചു വാങ്ങി കൊണ്ടുപോയി. പിന്നെ വീണ്ടും അവൻ ആ കിണറിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് 4 റൊട്ടിയും 4 വശത്ത് വെച്ചിട്ട് പറഞ്ഞു, 1 കഴിച്ച് 2 കഴിച്ച് 3 കഴിച്ച് 4 കഴിക്കാൻ പോവുകയാണ് ഞാൻ. വേണ്ട, ഞങ്ങളെ കഴിക്കരുതേ, ഞങ്ങളെ കഴിക്കരുതേ. ഞങ്ങൾ നിനക്ക് 3 സാധനങ്ങൾ നൽകിയതല്ലേ, നിനക്കൊന്നും പോലും സൂക്ഷിക്കാൻ അറിയില്ലേ? ഞങ്ങൾക്കറിയാം അത് വീണ്ടും ആ ജമീന്ദാർ എടുത്തുകൊണ്ടുപോയെന്ന്. ഇപ്പോൾ ഞങ്ങൾ നിനക്കൊരു കമ്പ് നൽകാം. ജമീന്ദാരും അദ്ദേഹത്തിന്റെ ജോലിക്കാരും വന്നാൽ നീ ആ കമ്പ് ഇലകളിൽ ചുറ്റിവെക്ക്. എന്നിട്ട് ചോദിക്കേ, അല്ലയോ പ്രേതങ്ങളുടെ കമ്പേ, ജമീന്ദാരെയും അദ്ദേഹത്തിന്റെ ജോലിക്കാരെയും ഇവിടെ നിന്ന് അടിച്ചോട്ടിക്കെന്ന്. അവൻ ആ കമ്പുമായി വീട്ടിലേക്ക് പോയി. കുറച്ചു സമയത്തിനകം തന്നെ ജമീന്ദാരും ജോലിക്കാരും അവിടെ എത്തി. നീ എന്താ കൊണ്ടുവന്നത്? ആദ്യം നീ അത് പറ. എന്റെ അടുത്ത് നീ പറഞ്ഞില്ലെങ്കിലേ പിന്നെ നിന്റെ കഥ അത്രേ ഉള്ളൂ. ഓ, ഞാൻ തീർച്ചയായിട്ടും പറയാം ജമീന്ദാർ, നീ കാത്തിരിക്കൂ, ഇപ്പൊ പറയാം. അവൻ ആ കമ്പിൽ ഇലകൾ കൊണ്ട് ചുറ്റി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രേതങ്ങളുടെ കമ്പേ, ഈ ജമീന്ദാരെയും അദ്ദേഹത്തിന്റെ ജോലിക്കാരെയും ഇവിടുന്ന് ഓട്ടിച്ചു വിടന്ന്. ഉടൻ തന്നെ കമ്പ് പറന്നു വന്ന് ജമീന്ദാരെയും ജോലിക്കാരെയും അടിക്കാൻ തുടങ്ങി. ജമീന്ദാരും അദ്ദേഹത്തിന്റെ ജോലിക്കാരും അവിടെ നിന്നും ഓടി. ആ കമ്പ് അവരെ ഒരുപാട് ഉപദ്രവിച്ചു. വേദന സഹിക്കാൻ വയ്യാതെ അവരവിടെ നിന്നും ഓടി. ജമീന്ദാരിനെ ആ കമ്പ് അവിടെ നിന്നും വീട്ടിലെത്തിയതിനു ശേഷവും അവിടെ ചെന്നടിച്ചു. ഞാൻ പറയുന്നില്ലേ, എന്നെ അടിക്കല്ലേ, നിർത്ത്. എന്നെ നിർത്താനല്ലേ പറയുന്നത്. ഞാൻ നിന്റെ അടുത്ത് വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുത്തോളാം. അവൻ ആ കമ്പിനോട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ അവരുടെ എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ആയിരുന്നു.